ആ മത്സരം കാണാൻ ആഭാലവൃദ്ധം ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. യാദൃശികമായി മക്കക്കാരായ ചില യാത്രക്കാരും ഈ മത്സരം കാണാൻ എത്തിയത്ര. മത്സരത്തിന്റെ കേന്ദ്ര ബിന്ദു ആരാ? യുവാക്കളോട് മത്സരിക്കുന്ന 6 വയസ്സുകാരനായ കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടീനെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുമ്പോൾ മദീനക്കാര് മക്കക്കാരായ യാത്രക്കാരോട് പറഞ്ഞു, ഈ കുട്ടി നിങ്ങളെ നാട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ ഒരു അത്ഭുതപ്പെട്ടു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ആരും ഇവിടെ മത്സരത്തിന് വന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു, അല്ല, മത്സരത്തിന് വന്നല്ല, നിങ്ങളെ നേതാവ് ഹാഷിമിന് ബനു നജ്ജാർ ഗോത്രത്തിലെ സെൽമയിൽ പിറന്ന കുട്ടിയാണ് ഇവൻ. അപ്പോഴാണ് മക്കയിൽ വിവരറിയുന്നത്. ഹാഷിമിന്റെ സഹോദരൻ മുത്തലിബ് ഉടനെ തന്നെ മദീനയിൽ വന്നു. സെൽമയുടെ വീട് തേടിപ്പിടിച്ചു. ആ കുഞ്ഞിനെ നേരിട്ട് കണ്ട് കണ്ണു കുളിർമയായി പോയി. കാരണം ഗസയിൽ വെച്ച് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഇക്കാക്കയെ അതേ രീതിയിൽ മുറിച്ചു വെച്ചതുപോലെയുള്ള മകനാണ്. വലിയ സന്തോഷായി. ഇക്കാക്കനെ കാണാൻ പറ്റിയില്ലെങ്കിലും മകനെ കണ്ടല്ലോ. ഇവർക്കും വലിയ റാഹത്ത്. വാപ്പാനെ ഈ കുട്ടിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എളാപ്പനെങ്കിലും കാണാൻ പറ്റിയല്ലോ. ഏതാനും ദിവസം ആ കുട്ടിന്റെ കൂടെ ഇങ്ങനെ താമസിച്ച് സെൽമയെ ഒരുവിധം പറഞ്ഞു ധരിപ്പിച്ച് ഈ കുട്ടീനെ മക്കയിലേക്ക് കൊണ്ടുപോവാണ് മുത്തലിബ്. ഈ കുട്ടിയുടെ മുഖത്തുനിന്ന് ഇങ്ങനെ പ്രകാശം പഴുക്കാണ്. അപ്പൊ ഒട്ടകപ്പുറത്ത് ഇരുത്തി ഇങ്ങനെ കൊണ്ടുപോകുമ്പം കാണുന്ന പോലൊക്കെ ഇങ്ങനെ അന്തം വിട്ട കുന്തം പോലെ നിൽക്കുക. എന്താണ് ഈ കുട്ടി? എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുക. അവർ ചോദിക്കും, ഈ മോനേതാ, ഈ കുട്ടിയേതാ? അപ്പൊക്കെ മുത്തലിബ് പറയും, ഹാദാ അബ്ദുല്ലി, ഇതെന്റെ ഒരു അടിമയാണ് എന്ന് പറഞ്ഞ് യാത്ര തുടരും. മക്കയിലെത്തിയപ്പോഴും ആദ്യം കണ്ടവരോടൊക്കെ അങ്ങനെ പറഞ്ഞു. പിന്നെ കുടുംബ വീട്ടിലെത്തിയിട്ട് പറഞ്ഞു, ഇവൻ അടിമയല്ല, ഇത് ഗസയിൽ വെച്ച് മരണപ്പെട്ടു പോയ നമ്മളെ കാരണവർ ഹാഷിം തങ്ങൾക്ക് മദീനയിൽ ജനിച്ച കുട്ടിയാണ്. ആ കുട്ടിയെ നാട്ടുകാര് പിന്നീട് പേരിട്ട് വിളിച്ചു അബ്ദുൽ മുത്തലിബ്. മുത്തലിബ് പറഞ്ഞല്ലോ എന്റെ അടിമയാണ്. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേര് കിട്ടുന്നത്. ഇതാണല്ലോ റസൂലുള്ളാഹിന്റെ വല്യാപ്പ. ഈ വല്യാപ്പ ജനിക്കണതേടെ മദീനയിൽ. അതൊന്നും യാദൃശിക സംഭവങ്ങളല്ല. മുത്തുനബിക്ക് മദീനയിൽ ചെല്ലുമ്പോ അവിടത്തെ വരവേൽക്കാൻ ഒരു കുടുംബ ബന്ധം അള്ളാഹു നേരത്തെ അവിടെ ഉണ്ടാക്കി വെച്ചതാ. ഇതിനൊക്കെ പിന്നിൽ രഹസ്യങ്ങളുണ്ട്. ഇതുപോലെ മുത്തുനബി തങ്ങളുടെ ഉപ്പ അബ്ദുള്ള തങ്ങളാണെന്ന് നമുക്കറിയാലോ. അബ്ദുള്ള റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് എവിടെയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മ ഗർഭം ചുമന്ന കാലത്താണ്. സിറിയയിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മദീനയിലെത്തിയപ്പോഴതാ ഒരു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീഴുന്നു. നാട്ടുകാരോടിക്കൂടി മക്കക്കാരിൽപ്പെട്ട കച്ചവടക്കാരനാണെന്നറിഞ്ഞു. കുട്ടിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് അവർ ഞെട്ടിപ്പോയി. 6 വയസ്സുള്ള സമയത്ത് മുത്തലിബ് വന്ന് കൂട്ടിക്കൊണ്ടുപോയ അബ്ദുൽ മുത്തലിബിന്റെ മകനാണല്ലോ ഈ അബ്ദുള്ള എന്ന കുട്ടി. ഇവൻ നമ്മളെ ചോരയിൽപ്പെട്ടവനാണല്ലോ, നമ്മളെ ബന്ധുവാണല്ലോ എന്ന് പറഞ്ഞ് ബനു നജ്ജാർ ഗോത്രക്കാര് അബ്ദുള്ള തങ്ങൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. കാരണം വല്യപ്പാന്റെ അമ്മാവന്മാരെ നാടാണല്ലോ, കുടുംബാണല്ലോ. അവരൊക്കെ താമസിച്ചത് എവിടെയായിരുന്നു? ഇന്ന് മസ്ജിദുൻ നബവി നിൽക്കുന്നതിന്റെ പരിസരങ്ങളിലാണ് ബനു നജ്ജാർ ഗോത്രക്കാരുടെ താമസ സ്ഥലം. അവരെ വീട്ടിലെത്തി ശുശ്രൂഷകളൊക്കെ നൽകി വിവരറിഞ്ഞ് മക്കക്കാര് മദീനയിലെത്തുമ്പോഴേക്ക് മഹാനായ അബ്ദുള്ള തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. എവിടെയായിരിക്കും അബ്ദുള്ള റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്? എന്തായാലും ദൂരെവിടെയല്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്നതിന്റെ പരിസരത്ത് എവിടോ ആണ് അബ്ദുള്ള തങ്ങൾ മരണപ്പെട്ട് കിടക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപ്പാനെ അല്ലാഹു തആല നേരത്തെ തന്നെ അവിടേക്ക് എത്തിച്ചതൊക്കെ ഒരു യാദൃശിക സംഭവം നമുക്ക് പറയാൻ പറ്റൂല. നബി തങ്ങളെ എല്ലാ കാര്യത്തിന്റെ പിന്നിലും അള്ളാഹുവിന്റെ തിരക്കഥകളും അള്ളാഹുവിന്റെ ആസൂത്രണങ്ങളും നമുക്ക് കാണാൻ പറ്റിയാണ്. ഇനി എത്രത്തോളം മദീനയിലേക്ക് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ അവിടത്തേക്ക് താമസിക്കാനുള്ള വീട് വരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ചരിത്രകാരനായ ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ല തന്റെ താരി സിയറിൽ പറയുന്നുണ്ട്, തുബ്ബ എന്ന് പറയുന്ന ഒരു രാജപരമ്പര ഉണ്ടായിരുന്നു. ഇവര് യസ്രിബിനെ ആക്രമിക്കാൻ പോയി. മദീനയുടെ പഴയ കാലത്തെ പേരാണ് യസ്രിബ്. ആ പേരിനി പറയരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ വന്നതിന് ശേഷമാണ് മദീനത്തുൻ നബവി എന്നതിന് പേര് കിട്ടിയത്.
അപ്പൊ പഴയ കാലത്ത് യസ്രിബ് എന്നാ പറയാം. അതിനെ ആക്രമിക്കാൻ വേണ്ടി ഇയാൾ ഒരു സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചു. അന്ന് തുടങ്ങിയ അസുഖം കിട്ടാവുന്ന വൈദ്യന്മാരൊക്കെ കൊണ്ടുവന്ന് ചികിത്സിച്ചിട്ടും ഭേദമായില്ല. അവസാനം വേദം പഠിച്ച പണ്ഡിതന്മാരോട് ചോദിച്ചു, ഇതിന് വല്ല ആത്മീയ കാരണമുണ്ടോ നിങ്ങളൊന്ന് നോക്കിയാൽ. അപ്പോഴാണ് അവർ കാണുന്നത് ഈ യസ്രിബ് എന്ന് പറയുന്ന നഗരം ഭാവിയിൽ അന്ത്യപ്രവാചകർ ഹിജ്റ വരാൻ പോകുന്ന നാടാ. ഇസ്ലാമിനെ വളർത്തുന്നത് ഈ നാട്ടിലെ ജനങ്ങളായിരിക്കും. ആ ജനങ്ങൾക്കെതിരെ നിങ്ങൾ ആയുധമെടുത്തിറങ്ങിയതാണ് നിങ്ങൾ അസുഖത്തിന്റെ കാരണം. അതുകൊണ്ട് പിന്മാറുകയും പ്രാശ്ചിത്തം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ അസുഖം മാറും. ഇതാണ് പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണം. രാജാവ് അത് സ്വീകരിച്ചു, സൈന്യത്തെ പിൻവലിച്ചു എന്ന് മാത്രല്ല, മദീനയിൽ വന്ന് സ്ഥലം മേടിച്ച് ഒരു 2 നില വീടുണ്ടാക്കി. ആ വീടിന്റെ ചാവി അതാ ബനു നജ്ജാർ ഗോത്രക്കാരെ കയ്യിലേൽപ്പിച്ചിട്ട് പറഞ്ഞു, അന്ത്യദൈവദൂതർ ഈ നാട്ടിലേക്കാണ് ഹിജ്റ വരിക, വന്നാൽ ഈ വീട് നിങ്ങൾ അവർക്ക് താമസിക്കാൻ കൊടുക്കണം, അതുവരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ കാലഘട്ടത്തിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ പിന്മുറക്കാരെ ഈ കാര്യം നിങ്ങൾ വസിയത്ത് ചെയ്ത് ഏൽപ്പിക്കണം. അങ്ങനെ കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് നീങ്ങി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ വരുന്നു. പരിശുദ്ധ റബീഉൽ അവ്വൽ 8-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇന്ന് മസ്ജിദുൽ ഖുബാ ഉള്ള സ്ഥലത്ത് മുത്തുനബി എത്തുന്നത്. 4 ദിവസം അവിടെ താമസിച്ചു. അതിന്റെ ഇടയിലാണ് ഖുബാ പള്ളിക്ക് തറക്കല്ലിട്ടത്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ അവിടുന്ന് മദീനയിൽ പോരാ. റബീഉൽ അവ്വൽ 12 വരുന്ന വഴിക്ക് ജുമാന്റെ സമയാപ്പം ജുമാസ്കരിച്ചു. അവിടെ നിന്ന് മസ്ജിദുൽ ജുമാറിനൊരു പള്ളിയുണ്ട്. പിന്നെ നേരെ മദീനയിലേക്ക് വരികയാണ്. എല്ലാ മദീനക്കാരുടെയും ഉത്കടമായ ആഗ്രഹം എന്താണ്? റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആതിഥ്യമരുളണം. അവിടുന്ന് എൻ്റെ വീട്ടിൽ താമസിക്കണം, അല്ല എൻ്റെ വീട്ടിൽ താമസിക്കണം. ഈ താല്പര്യം എല്ലാ അൻസാരികളായ സ്വഹാബത്തിന്റെ മനസ്സിലുണ്ട്. പലരും മുത്തുനബി കയറിയ ഒട്ടകത്തിന്റെ മൂക്കയർ കയ്യിലൊതുക്കിയിട്ട് തൻ്റെ വീട്ടിലേക്ക് തെളിക്കാൻ വരെ ശ്രമമുണ്ടായി. തത്സമയം അള്ളാന്റെ റസൂല് പറഞ്ഞു, ദഊഹാ ഫഇന്നഹാ മഅ്മൂറാ, നിങ്ങൾ ഒട്ടകത്തെ വിട്ടേക്കുക, അതിന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ഞാൻ എവിടെ താമസിക്കണമെന്ന് ഈ ഒട്ടകത്തിന് നിർദ്ദേശമുണ്ട്. അത് മുട്ടുകുത്തുന്നിടത്താണ് എൻ്റെ വാസസ്ഥലം. അങ്ങനെ ആളുകൾ ദഫ് കൊട്ടി. ബനു നജ്ജാർ ഗോത്രത്തിലെ കുട്ടികളാണ് ദഫ് കൊട്ടിന് നേതൃത്വം നൽകുന്നത്. നബി തങ്ങളെ ബന്ധുക്കളാണ്. അവരിങ്ങനെ ആനയിച്ചു കൊണ്ടുപോകുക. ആരായിരിക്കും ആ മഹാഭാഗ്യവാൻ? ആദ്യമായി ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം ഏതാണെന്നറിയോ? ഇന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഷരീഫുള്ള സ്ഥലം. അതാ നബി തങ്ങളുടെ യഥാർത്ഥ താമസ സ്ഥലമായി നിശ്ചയിച്ച സ്ഥിരതാമസത്തിന്റെ സ്ഥലം. അത് കഴിഞ്ഞ് ഒട്ടകം ഉടനെ അവിടുന്ന് എഴുന്നേറ്റു. പിന്നെ വന്നിങ്ങനെ തിരിഞ്ഞു വന്നിട്ട് ഒരു 2 നിലയുള്ള വീടിന്റെ മുമ്പിൽ മുട്ടുകുത്തി. നബി തങ്ങൾ അവിടെ ഇറങ്ങി. ആ വീട് ഇപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യരുടെ കൈവശമാണ്. അവരോടി വന്ന് അള്ളാഹിന്റെ റസൂലിനെ തന്റെ വീട്ടിലേക്ക് ആനയിക്കുന്നു. ഈ വീട് ഏതാണെന്നറിയോ? ഇതാണ് വർഷങ്ങൾക്ക് മുമ്പ് തുബ്ബൈ രാജാവ് നിർമ്മിച്ചു വെച്ച ഭവനം. ഇത് സാധാരണ നബിയാണോ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംഗതി ഇങ്ങനെയാണ്. ഒക്കെ അല്ലാഹു തആല മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ച് അത് വിളംബരപ്പെടുത്തി മാലോകരെ അറിയിച്ചാണ് നബി തങ്ങൾ വന്നത്. ഇനി ഒരു നബി ഇവിടെ വരാനില്ല, ഇതൊരാളും അറിയാതെ പോകരുത് എന്നതുകൊണ്ട് തന്നെ അവിടത്തെ തിരുജന്മത്തിന് പാത്രമായ വേദിയായ മക്ക നഗരത്തിലും ഒരുപാട് ഒരുക്കങ്ങളല്ല നടത്തിയിട്ടുണ്ട്. നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് മക്ക ലോകത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറണം. അതിനുവേണ്ടി അള്ളാഹു ആദ്യം ചെയ്തൊരു സംരംഭം എന്താ? അവിടുത്തെ ജന്മത്തോടടുത്ത് നേരത്തെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാലിന് കീഴിൽ നിന്ന് നിർഗളിച്ച സംസം കിണർ അത് മണ്ണിട്ട് മൂടപ്പെട്ടു പോയിരുന്നു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. യമൻകാരായ ഹുസാഅത്ത് ഗോത്രക്കാർ മക്കയെ ആക്രമിച്ചു.
അങ്ങനെ ഖുറൈശികളെ പരാജയപ്പെടുത്തി അവര് മക്കയുടെ ആധിപത്യം നേടിയെടുത്തപ്പം ഖുറൈശികൾ നഗരത്തിൽ നിന്ന് ഭ്രാന്തപ്രദേശങ്ങളിലേക്ക് പിന്മാറാൻ നിർബന്ധിതരായി. അങ്ങനെ അവർ ഉൾപ്രദേശത്തേക്ക് താമസം മാറ്റുന്ന സമയത്ത് അവരൊരു കാര്യം ചെയ്തു. കഅബത്തിലേക്ക് നേർച്ചയായി കിട്ടിയ വെള്ളിയും സ്വർണവും ഉൾപ്പെടെയുള്ള സമ്പത്ത് മുഴുവനും സംസം കിണറിലിട്ട് അത് മണ്ണിട്ട് മൂടിക്കളഞ്ഞു. ഹുസായത്തുകാർ വന്നു നോക്കുമ്പോൾ പിന്നെ സംസം കാണുന്നില്ല. പിന്നെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അങ്ങനെ ഒരു കിണറുണ്ടായ കാര്യം തന്നെ മറന്നുപോയി. ഇപ്പൊ നമ്മളൊക്കെ തന്നെ പറമ്പിൽ എത്ര കിണർ മൂടി, ഇപ്പൊ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവോ ആ കിണർ എവിടെയെന്ന് വെച്ചാൽ ഇവിടെ എടോ ഇനിയെന്ന് പറയും. എന്നതുപോലെ കിണർ കാണുന്നില്ല. കുറെ കാലം കഴിഞ്ഞു. ഇനി അല്ലാഹു തആല തീരുമാനിക്കാണ്, മുത്തുനബി ജനിക്കാറാകുമ്പോഴേക്ക് മക്ക ജനനിബിഡമാവണം, തീർത്ഥാടകരുടെ ഒഴുക്ക് തുടങ്ങണം. അങ്ങനെ പ്രവാചകരെ കുറിച്ചുള്ള വിവരം ആലോകരൊക്കെ അറിയണം. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? സംസം വീണ്ടെടുക്കണം. അങ്ങനെയാണ് വല്യുപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങള് മക്കയുടെ നായകനായ കാലത്ത് മഹാനവറുകൾ 4 ദിവസം തുടരെ സ്വപ്നം കണ്ടു. സംസം വീണ്ടെടുക്കണമെന്ന സ്വപ്ന. അത് തദ്ദേശീയരോട് വിളിച്ചുകൂട്ടി പറഞ്ഞപ്പോ അവര് പരിഹസിച്ചു. ഈ കുന്നിന്റെ നെറുവിലോ കിണറുണ്ട് നിങ്ങൾ പറയണത്, അതൊക്കെ ഏതോ കെട്ട സ്വപ്നായിരിക്കും, അതിനൊന്നും യാഥാർത്ഥ്യം ഉണ്ടാവില്ല എന്ന്. മഹാൻ പറഞ്ഞു, അല്ല, കിണർ എവിടെ ഉള്ളതിന്റെ അടയാളം വരെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ എവിടെ കാണിച്ചിരുന്ന അപ്പൊ അടയാളങ്ങളൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് ഇവിടെയാണ് കിണറുള്ളത്. അപ്പോൾ പറഞ്ഞു ഇവിടെ എന്തായാലും കുഴിക്കാൻ പാടില്ല. കാരണം എന്താ, അവിടെ വലിയൊരു പ്രതിമ ഉണ്ട്, ഹുബില എന്നതിന്റെ പേര്, അത് കോപിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ കുഴിച്ചുവിടാറുണ്ട്. ഏത് ഹുബില കോപിച്ചാലും പ്രശ്നമല്ല, ഞാൻ കുഴിക്കുന്ന. ആരും പിന്തുണക്കാൻ തയ്യാറായില്ല. ഒരേ ഒരു മകനാണെന്നുള്ളത്, ഹാരിസ് എന്നാണ് ആ മകന്റെ പേര്. ഹാരിസ് മാത്രം വാപ്പയുടെ പിന്നിൽ, ബാക്കി ഖുറൈശികളൊക്കെ ശക്തമായി എതിർത്തു. ഹാരിസ് കൂടെ നിന്നത് കണ്ടപ്പോ മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഒരു നേർച്ച നേർന്ന് പടച്ചവനെ, ഇവനെ പോലത്തെ ഒരു 10 ആൺമക്കളെ നീ എനിക്ക് തരികയും അവരൊക്കെ പ്രായപൂർത്തി എത്തുകയും ചെയ്താൽ അവരിൽ ഒരുവനെ ഈ കഅബയുടെ മുന്നിൽ വെച്ച് ഞാൻ നിനക്ക് വേണ്ടി ബലി നൽകും അല്ലാഹ്. ഈ നേർച്ചയും കൂടിയും കേട്ടപ്പോ ഖുറൈശികൾ തീരുമാനിച്ചത് പിന്തിരിയണ പ്രശ്നമൊന്നുമില്ല, മൂപ്പര് കുഴിച്ച് തൊലയട്ടെ. അങ്ങനെ ഇവർ രണ്ടാളും കുഴിക്കാൻ തുടങ്ങി. തോന കുഴിക്കേണ്ടിയൊന്നും വന്നില്ല. കുറച്ച് കുഴിച്ചപ്പോൾക്ക് തന്നെ സ്വർണത്തിന്റെ തല, വാല്, ഓരോ ജീവികളുടെ കോലം, ഇതൊക്കെ അന്ന് നേർച്ചയാക്കിയ സാധനങ്ങളാ, ഇതൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പൊ ഖുറൈശികളും എല്ലാം ഇങ്ങനെ തലയെ മാന്തി അടുത്ത് കൂടിയിട്ട് പറഞ്ഞു, ഇത് നമുക്ക് ഓരിയക്കണോട്ടോ പറഞ്ഞു. അപ്പം പറഞ്ഞു നമുക്ക് ഓരിയൊക്കെ നറുക്കിടാറ്. 3 നറുക്ക, ഒന്ന് കാബക്ക്, ഒന്ന് അബ്ദുൽ മുത്തലിബിന്, ഒന്ന് ഖുറൈശി. അതിൽ 2 എണ്ണം എടുക്കുക. കിട്ടണോൽക്ക് പകുതിയും പകുതിയും കൊടുക്കും, മൂന്നാമത്തോൽക്ക് കൊടുക്കൂല എന്നാണ്. നറുക്കിട്ടപ്പോ ആദ്യം കിട്ടിയത് കാബക്ക, പകുതിയാട് പോയി. 2ാമത്തെ നറുക്കോ അബ്ദുൽ മുത്തലിബിന് കിട്ടി. ഖുറൈശികൾ അണ്ടി വേണന്റെ മാതിരി വേറൊന്നുമില്ലല്ലോ, ഒരു പണിക്കും കൂടിയില്ലല്ലോ, ഒലടക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നെ താഴോട്ട് പോകുമ്പോഴാ ശുദ്ധജലം കാണുകയാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. ഇന്നും അതാ കോടിക്കണക്കിന് മനുഷ്യര് വയറ് നിറയെ കുടിക്കുന്നു, ക്യാനുകളിലാക്കി നാട്ടിലേക്ക് കടത്തുന്നു. 1 ഇഞ്ച് വെള്ളം താഴാതെ അന്ന് തുടങ്ങിയ ആ പ്രവാഹം ഇന്നും ലോകാത്ഭുതമായി അവിടെ നിലനിൽക്കുകയാണ്. സംസം വീണ്ടെടുത്തതോടെ തീർത്ഥാടകരുടെ പ്രവാഹം കൂടി മക്ക ജനനിബിഡാകാൻ തുടങ്ങി. അസൂയാലുക്കൾ സ്വാഭാവികം തലപൊക്കുമല്ലോ. അങ്ങനെയാണ് യമനിലെ അബ്രഹത്ത് രാജാവിന് അസൂയവുണ്ട്. അയാൾ ഒരു ദേവാലയം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇനി ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ സ്വനായിലേക്ക് വരണം, മക്കയിലേക്ക് പോകരുത് എന്നാണ്. ഭയങ്കര ഒരു വിളംബരം. അതിൽ ശുഭിതരായ മക്കയിലെ കിനാന ഗോത്രത്തിൽപ്പെട്ട 2 ചെറുപ്പക്കാര് സ്വനായിലേക്ക് അടിയെന്നു. ഓലെന്ത് ചെയ്തു? കുറച്ച് മോശപ്പെട്ട രീതിയിൽ അതിനോട് പ്രതികരിച്ചു. ഒന്നല്ല, ലേശം വാരിയിട്ട് എന്ത് ചെയ്തു? അതിന്റെ ചുമരുമൽ എറിഞ്ഞോട് പോകുന്നു. ഇതിൽ പ്രകോപിതനായിട്ടാണ് അബ്രഹത്ത് രാജാവ് കഅബം പൊളിക്കാൻ വേണ്ടി വന്നത്. ഇതൊക്കെ പടച്ചോന്റെ ഹിക്മത്തിൽപ്പെട്ടതാ. മക്ക എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ അതാ ആയിരക്കണക്കായ പട്ടാളക്കാരെ ആനപ്പടയോടൊപ്പം കഅബം പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് ആനയിക്കുകയാണ്. പരിശുദ്ധ കഅബയുടെ പരിസരത്തെത്തുന്നതിന് മുമ്പ് പടച്ച തമ്പുരാൻ അതിനെ നേരിടാൻ തീരുമാനിച്ചത് നിസ്സാരമായ ഒരു സൈന്യത്തെ ഇറക്കിക്കൊണ്ടാണ്.
ലോകത്തിന്റെ കണ്ണും കാതും മുഴുവനും മക്കയിലേക്ക് തിരിച്ചു പിടിച്ച സന്ദർഭമാണ്. എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്? പരിശുദ്ധ ദേവാലയം തകർക്കപ്പെടുമോ? അതല്ല, തകർക്കാൻ പോകുന്നവരെ തകർക്കപ്പെടുമോ? അവിടെയാണ് അല്ലാഹു തആല പറഞ്ഞല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ആനപ്പട്ടാളത്തെ നിങ്ങളെ രക്ഷിതാവ് എങ്ങനെ കൈകാര്യം ചെയ്തു നിങ്ങൾ അറിഞ്ഞില്ലേ? അവരെ കുതന്ത്രം അല്ലാഹു പരാജയപ്പെടുത്തിയില്ലേ? ഒരു കൂട്ടം പക്ഷികളെ നിയോഗിക്കുകയും ചുടുകട്ട കൊണ്ട് എറിയുകയും ചെയ്തപ്പോൾ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, ഭക്ഷിക്കപ്പെട്ട വൈക്കോൽ കണക്കെ ചാണകം പോലെ ഭസ്മമായി പോകുകയാണ് ഈ കിങ്കരന്മാര് മുഴുവനും. അങ്ങനെ ലോകത്തിന് ബോധ്യപ്പെട്ടു മക്ക ഇതൊരു സവിശേഷകരമായ കേന്ദ്രമാണ്. അപ്പോഴേക്ക് വേദം പഠിച്ച ആളുകളൊക്കെ പറഞ്ഞു, ഇവിടെ അന്ത്യദൈവദൂതർ വരുന്ന നാടാ. വേദഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്ത്യപ്രവാചകന്റെ ജന്മസ്ഥലമാണ്. എന്ന് ഖുർആനിൽ പറഞ്ഞതുപോലെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും മക്ക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന അന്ത്യപ്രവാചകരുടെ തിരുപ്പിറവി നടക്കുന്ന മണ്ണാണ്. ഇതറിഞ്ഞതുകൊണ്ട് തന്നെ ആളുകൾ മക്കയിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ ആനക്കലഹ സംഭവം നടക്കുന്ന അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുന്നതിന്റെ 50 ദിവസം മുമ്പാ. അപ്പൊ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാം മക്കയുടെ പ്രത്യേകത എന്താണ്. അങ്ങനെ അതാ റബീഉൽ അവ്വൽ മാസം പിറക്കുന്നു. അവിടെയാണ് വാർത്ത വരുന്നത്. ഇറാനിൽ നിന്നുള്ള വാർത്ത നേരത്തെ നമ്മൾ പറഞ്ഞ 2000-ലേറെ കൊല്ലമായി കത്തിച്ചു കാവലിരുന്ന അഗ്നികുണ്ഡം കെട്ടുപോകുകയാണ്. സാവാ പ്രദേശത്തുകാരുടെ തടാകം ഉൾവലിയുകയാണ്. ഖുറൈശികൾ ഉൾപ്പെടെയുള്ള മക്കക്കാരായ ബഹുദൈവ വിശ്വാസികളുടെ എല്ലാ ആരാധ്യ വസ്തുക്കളും തല കീഴായി തന്നെ നിൽക്കുന്നു. പഠിച്ച പണിയൊക്കെ എടുത്ത് നേരെ നിർത്തിയിട്ടും തല കുത്തനെയല്ലാതെ അവ നിൽക്കുന്നില്ല. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, എന്താണ് സംഭവിച്ചത്, എന്താണ് നടന്നത്? അവസാനം അവർ ഓടിയത് കഅബയുടെ ചാരത്തേക്കാണ്. വിശുദ്ധ കഅബയുടെ കിഴക്ക് ഭാഗത്ത് വെളിപ്പാടകലെ ഒരു കുടിലുണ്ട്. അവിടെയാണ് അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ വീട്. അവരുടെ മരുമകളായ ബീവി ആമിനത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹ ഒരു പൊന്നോമന കുഞ്ഞിനിതാ ജന്മം നൽകിയിരിക്കുകയാണ്. മക്കക്കാർക്കൊക്കെ നേരത്തെ അറിയാം. ആമിന ബീവി വിളംബരപ്പെടുത്തിയിട്ടുണ്ട് സ്വപ്നത്തിന്റെ വിശേഷങ്ങൾ. എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് ആ ഗർഭമുണ്ടായ കാലം മുതൽ കാണാൻ തുടങ്ങിയ സ്വപ്നങ്ങൾ ആളുകൾക്ക് പിന്നെ ആലോചിക്കേണ്ടി വന്നില്ല. ചെന്ന് നോക്കുമ്പോഴതാ ശരീരത്തിൽ മുഴുവനും സുഗന്ധം പൂശപ്പെട്ട വിധത്തിൽ പൊക്കിൾ കൊടി ജന്മനാൽ മുറിക്കപ്പെട്ട തരത്തിലാണ്. ചേലാകർമ്മം ചെയ്യപ്പെട്ട വിധത്തിലാണ്. കണ്ണിൽ സുർമ തരത്തിലാണ്. മുട്ടുംകാലിൽ ഊന്നി നിന്ന് കൈകൾ ഉയർത്തി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാണ് ആ തിരുപ്പിറവി. ഒരു സാധാരണ മനുഷ്യന്റെ ജന്മം പോലെയല്ല. അവിടെയാണ് അന്വേഷണങ്ങളൊക്കെ വന്നു മുട്ടിയത്. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന അന്ത്യ ദൈവദൂതരെ അല്ലാഹു തആല നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വിളംബരങ്ങളുടെയും പ്രചാരണങ്ങളുടെയും പര്യവസാനം കുറിച്ചുകൊണ്ടാണ് അവിടുത്തെ തിരുപ്പിറവി ഉണ്ടായത്. അബ്ദുൽ മുത്തലിബ് തങ്ങൾ ആ കുഞ്ഞിനെ വാരിയെടുത്ത് വിശുദ്ധ കഅബയിൽ കൊണ്ടുചെന്ന് അൽഹംദുലില്ലാഹില്ലദി അഅതാനി ഹാദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി എന്ന് തുടങ്ങുന്ന സുദീർഘമായ സ്തുതികീർത്തനങ്ങൾ പാടി അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അങ്ങനെ മുത്തുനബി കുട്ടിക്കാലം മുതൽക്ക് പിന്നീട് ഒരത്ഭുത ബാലനായിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. ഒരു സാധാരണ കുട്ടിയായിട്ടല്ല. അതെല്ലാവരും സാക്ഷ്യപ്പെടുത്തിയ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് ആദ്യമായി ആമിന ബീവി റളിയല്ലാഹു അൻഹ കൊടുക്കുന്നു. വീട്ടിൽ വെച്ച് തന്നെ സുവൈബത്തുൽ അസ്ലമിയ മുല കൊടുക്കുന്നു. അറബികളുടെ പതിവനുസരിച്ച് ഗ്രാമീണ സ്ത്രീകളെ മുലയൂട്ടാൻ ഏൽപ്പിക്കുന്ന പതിവുണ്ട്. അങ്ങനെയാണല്ലോ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ, തോയിഫിന്റെ ഭാഗത്താണ് അവരെ വീട്. ഭർത്താവിനോടൊപ്പം വന്ന് ഈ കുട്ടിയെ ഏറ്റെടുത്തു പോവുകയാണ്. ഹലീമ ബി വലിയ ഭാഗ്യവതിയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് സാക്ഷിയാകാനും മുസ്ലിമത്തായി മരിക്കാനും ഭാഗ്യം കിട്ടിയ വലിയൊരു മഹദിയാണ്. ആ മഹദി പറയുന്നു, കുട്ടിനെ ദത്തെടുക്കാൻ വരുമ്പം
ഒരസുഖമുണ്ട്. എന്താ അസുഖം തരങ്ങള്? വലത്ത് മുലയിലൂടെ പാല് വരാറില്ല, ഇടത്തെ മുലയിലെ പാലുള്ളൂ. പക്ഷെ കുലത്തൊഴിലാണ്, വേറെ പണിയൊന്നുമില്ലല്ലോ. ആ ഗ്രാമക്കാരെ ജോലി അതാണ്. ഒരു കുട്ടിയുള്ളവർക്കല്ലേ പാലുണ്ടാവുള്ളൂ. അപ്പൊ ലംറത്ത് എന്ന് പറഞ്ഞ ഒരു കുട്ടി, ആ പാല് കുടിക്കാനുണ്ട്, ആകെ ഒരു മുലയിലെ പാലുള്ളൂ, വലത്തെ മുലയിൽ പാലുമില്ല. ഏതായിരുന്നാലും ഈ കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എടുത്ത് ആ കുട്ടിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യവും മുഖഭാവവും ഒക്കെ കണ്ടിട്ട് ആദ്യം തന്നെ മുല കൊടുത്തത് അറിയാതെ പാലില്ലാത്ത വലത്തെ മുലയിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഹലീമ ബീവി പറയാണ്, ആ നിമിഷം മുതൽ വലത് മുലയിലൂടെ പാല് ചുരത്താൻ തുടങ്ങി. ഇത് യഥാർത്ഥത്തിൽ മുത്തുനബിക്ക് വേണ്ടി അള്ളാഹു കരുതി വെച്ചതാണ്. നേരത്തെ അതിൽ മുലപ്പാല് കൊടുത്തിട്ടില്ല. എന്നാൽ അള്ളാഹിന്റെ റസൂൽ കുട്ടിക്കാലത്ത് ഹലീമ ബീവി പറയുന്നത്, ഇടത് മുല എങ്ങനെ കൊടുത്താലും കുടിക്കൂല, അത് ലംറത്തിന് വേണ്ടി മാറ്റിവെച്ചത്, വലത് മുല മാത്രമേ കുടിക്കുള്ളൂ. ഇങ്ങനെ അവിടുന്ന് തുടങ്ങാണ് അത്ഭുതങ്ങൾ. പിന്നെ മഹദി പറയുന്നത്, വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് എത്താൻ തന്നെ ഒരു ചവത ഒട്ടകപ്പുറത്താ പോകുന്നത്, അതിന് നടക്കാൻ കഴിയണില്ല. തിരിച്ചു പോകുമ്പോ എന്തൊരാവേശമായി ഒട്ടകത്തിന്. അറിയോ എങ്ങനെ ആവേശമില്ലാതിരിക്കും? റഹ്മത്തുല്ലിൽ ആലമീനല്ലേ പുറത്തു കുത്തിരിക്കണത്, ബർക്കത്തോട് വർഷിച്ചു ഓടാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു, ഇത് എന്താണ് ഹലീമ, നിങ്ങൾ ഒട്ടകം ഇത് ഭയങ്കരമായിപ്പോല്ലോ, ഞങ്ങൾ പോരുമ്പോ നിങ്ങൾ വല്ലാതെ വയ്യലായി, ഇപ്പൊ മുന്നിലെത്തിയല്ലോ, നിങ്ങൾ പോലെ അത്ഭുതപ്പെടുന്നു. അവസാനതാ വീട്ടിലെത്തി നോക്കുമ്പോ ആ ഉണങ്ങിയ കാലാവസ്ഥ, വലിയ വെയിൽ കൊണ്ട് പ്രയാസപ്പെടുന്ന സന്ദർഭം, അവിടുത്തെ വീട്ടിലും പറമ്പിലും മാത്രം പച്ചപ്പ്, എല്ലാ മരത്തിലും നന്നായി കായ് പഴുത്തിങ്ങനെ നിൽക്കുക. ചവത ആടുകൾ വരെ പാല് ചുരത്താണ്. ഈ നിഅമത്തും ബർക്കത്തൊക്കെ അനുഭവിച്ച് 2 കൊല്ലം ഈ കുഞ്ഞിനെ മുലയൂട്ടുന്നു. വല്യപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങളും ആമിന ബീവി റളിയല്ലാഹു അൻഹയും ഇടക്കിടക്ക് കുഞ്ഞിനെ പോയി കണ്ട് സന്ദർശിച്ചു പോരും. 2 വയസ്സായപ്പം നിയമപരമായി തിരിച്ചു കൊടുക്കേണ്ട സമയമായി. മനസ്സോടെയാണ് തിരിച്ചു കൊടുക്കുന്നത്. കാരണം ഈ കുട്ടി ഉണ്ടായതിനു ശേഷം എന്തെല്ലാം റഹ്മത്തും ബർക്കത്തും കിട്ടിയത്. അതുകൊണ്ട് മടക്കി കൊടുക്കാൻ പൂതിയില്ല, പക്ഷെ കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ 2 വയസ്സായപ്പം കുഞ്ഞിനെയായിട്ട് മക്കയിൽ വന്നു. ഓല ഭാഗ്യം എന്ന് പറയാ, അന്ന് മക്കയിൽ എന്തായിരുന്നു, പ്ലേഗ് രോഗം പടർന്നു പിടിച്ച സമയം, പകർച്ചവ്യാധിയാ. അപ്പം മല്ലേ ഹലീമ ബിവി ആമിന ബിവിയോട് പറഞ്ഞു, ആമിന, ഈ സമയത്ത് നിങ്ങൾ ഈ കുട്ടീനെ ഇവിടെ താമസിപ്പിക്കരുത്, അത് അപകടം ചെയ്യും. ഞാൻ തിരിച്ചു കൊണ്ടുപോകാം, നിങ്ങൾ പറയുമ്പോൾ പിന്നെ കൊണ്ടുവരാറ്. അപ്പൊ ആലോചിച്ചു എല്ലാവരുമായിട്ട്, എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഈ പകർച്ചവ്യാധിയുള്ള സമയത്ത് ഈ കുട്ടീനെ ഇവിടെ താമസിപ്പിക്കണ്ട. കാരണം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട കുട്ടിയാണ്. കുട്ടീനെ വീണ്ടും കൊടുക്കുകയാണ്, ഹലീമ ബിവിയുടെ അടുത്തേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ 4 വയസ്സുവരെ ആ കുഞ്ഞിന് ആവശ്യമായ എല്ലാ പരിചരണങ്ങളും നൽകാൻ ഹലീമത്തു സഅദിയക്ക് മഹാഭാഗ്യം ലഭിക്കുകയാണ്. ഇനി അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 4 വയസ്സായ സമയത്താണ് ആ ഓപ്പറേഷൻ നടക്കുന്നത്. മഹാന്മാരായ മാലാഖമാര് വന്ന് മുത്തുനബിയെ പിടിച്ച് നെഞ്ച് പിളർത്തി ഒരു കറുത്ത വസ്തു എടുത്ത് കളയുകയാണ്. മഹാനായ ഇമാം ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ മിഅ്റാജ് വിശദീകരിക്കുന്ന അധ്യായത്തിൽ ഒരു കാര്യം വിശദീകരിക്കുന്നത്, മുത്തുനബിക്ക് 4 തവണ നെഞ്ച് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഈ 4-ാം വയസ്സിലുള്ള ശസ്ത്രക്രിയയാണ്. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അത് ജിബ്രീൽ അലൈഹിസ്സലാം അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിശാചിന്റെ വിഹിതം അതെടുത്തു കളഞ്ഞതാണ്. കാരണം ഇന്നലെ കുല്ലി ഇൻസാനിൻ ലമ്മത്താനി ലമ്മത്തു മലക്കിൻ വലമ്മത്തു ശൈത്താൻ, എല്ലാ ഓരോ മനുഷ്യരിലും ഒരു മലക്കിന്റെ ഉൾവിളിയും ഒരു പിശാചിന്റെ സമ്മർദ്ദവും ഉണ്ടാവുന്ന എല്ലാ മനുഷ്യന്മാരും. എന്നാൽ മുത്തുനബിക്ക് എന്ത് ചെയ്തു അല്ലാഹു തആല? അത് ചെറുപ്പത്തിൽ തന്നെ എടുത്തങ്ങോട്ട് കളഞ്ഞു. അപ്പൊ കുട്ടിക്കാലം മുതൽക്ക് പൈശാചികമായ ഒരു ദുശാഠ്യങ്ങൾക്കും വശംവദനാകാത്ത വിശുദ്ധ ജീവിതമാണ് നബിതങ്ങളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി അള്ളാഹ് ചെയ്ത ഒരു പ്രക്രിയയാണ് ഈ ശസ്ത്രക്രിയ. പക്ഷെ ഇത് കണ്ട് ഹലീമ ബീവി ഭയന്നു പറച്ചു. ഈ കുട്ടി അത്ഭുതമാണ്, എന്നാൽ ഇനിയും ഇവനെ നമ്മൾ ഇവിടെ വെച്ചാൽ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കുഞ്ഞിനെ അവരെ മാതാപിതാക്കളെ ഏൽപ്പിക്കണം. അങ്ങനെയാണ് ഭർത്താവിനെയും കൂട്ടി ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി മക്കയിലേക്ക് തന്നെ മടങ്ങുകയാണ്.
മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, ഇമാം റാസി അവർക്ക് അവരുടെ തഫ്സീറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. അവരതാ മക്കയുടെ കവാടത്തിലെത്തിയപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ ഒരശരീരി കേൾക്കുകയാണ്. ഹനീ അല്ലക്കി യാ ബത്ഹ മക്ക, മക്ക നഗരമേ നിനക്ക് ആശംസകൾ. ജാഅ ഇലൈക്കി നൂറു വദ്ദീനു വൽ ബഹ്ജത്തു വന്നൂർ. ഇതാ നിന്നിലേക്ക് പ്രകാശം കടന്നു വരുന്നു, പ്രവാചകൻ വരുന്നു, ഇങ്ങനെ ദീന് കടന്നു വരുന്നു, ആശംസകൾ നേരുന്നു എന്നിങ്ങനെ അനൗൺസ് കേൾക്കുകയാണ്. പക്ഷെ ആളെ കാണുന്നില്ല. തിരിഞ്ഞു മറിഞ്ഞു നോക്കിയിട്ട് ആളെ കാണുന്നില്ല. അനൗൺസ് ഇങ്ങനെ കേൾക്കും. ഹലീമ ബീവി പറയാ, ഞാൻ ഒക്കത്തായിരുന്നു കുട്ടി, തുണിയൊന്ന് മുറുക്കി കൊടുക്കാൻ വേണ്ടി കുട്ടീനൊന്ന് നിലത്ത് വെച്ചതാ. ഒരു ഭയങ്കര ശബ്ദം കേട്ടു. അൽ അമീൻ എന്ന കുഞ്ഞിനെ കാണുന്നില്ല. ആകെ പേടിച്ചു നിലവിളിച്ചു. നാട്ടുകാരൊക്കെ ഓടിക്കൂടി, എല്ലാവരും തെരഞ്ഞു. എവിടെ നോക്കിയിട്ടും ഈ കുഞ്ഞിനെ മാത്രം കാണുന്നില്ല. അവസാനം അബ്ദുൽ മുത്തലിബ് എന്ന വല്യപ്പാന്റെ അടുത്ത് പോയി വിവരം പറഞ്ഞു. കുറെ വല്യപ്പയും വന്ന് തെരഞ്ഞു. ഒടുവിൽ നിരാശനായ അബ്ദുൽ മുത്തലിബ് തങ്ങള് പരിശുദ്ധ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. യാ റബ്ബി റുദ്ദ വലദി മുഹമ്മദ ഉർദുദുഹു റബ്ബി വത്തഖിദ് ഇൻദി യദാ. യാ റബ്ബി ഇം മുഹമ്മദുൻ ലം യൂജദ ഫാശംലു ഖൗമി കുല്ലുഹും തബദ്ദദാ. പടച്ചവനെ, എൻ്റെ കുഞ്ഞിനെ നീ എനിക്ക് തിരിച്ചു തരണം. ഇനി ഒരിക്കലും ആ കുഞ്ഞിനെ കൈവിട്ടു കൊടുക്കുകയില്ലെന്ന് ഞാനിതാ വാക്ക് തരികയാണ്. ഈ കുട്ടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങളുടേതെല്ലാം തകർന്നു പോകും. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. അബ്ദുൽ മുത്തലിബ് തങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോണ്ട് ഒരൊട്ടകപ്പുറത്ത് സുസ്മേരവദനായി ഈ 4 വയസ്സ് പ്രായമുള്ള പേരക്കുട്ടി വെല്ലിപ്പാനെ നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുന്നു. വെല്ലിപ്പ ഓടിച്ചെന്ന് നോക്കുമ്പോഴാണ് ബാക്കിൽ ഒരാളും കൂടിയുണ്ട്. അതാരാന്നറിയ ഞങ്ങള്? സാക്ഷാൽ അബൂജഹിൽ ലഅനത്തുല്ലാഹി അലൈഹി. മൂപ്പര ബാക്കില് മുന്നിൽ കുട്ടി. അബൂജഹിൽ പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് നിങ്ങളെ കുട്ടി ഭയങ്കരൻ തന്നെ കേട്ടോ. അത്ഭുതത്തോട് ചോദിച്ചു, എവിടുന്ന് മോനെ കിട്ടിയത്, എന്താ സംഭവം പറയാന്ന്. അപ്പൊ അബൂജഹിൽ പറഞ്ഞു, ഞാന് എൻ്റെ ആടുകളെ മലഞ്ചെരുവിൽ വിടാൻ വേണ്ടി പോയതാ. തിരിച്ചു പോരുമ്പോ ഇവനുണ്ട് ഒരു മലഞ്ചെരുവിൽ ഇങ്ങനെ ഇരിക്കണ്, ഒരു കിടങ്ങിൽ ഇരിക്കുകയാണ്. നബിതങ്ങൾ ആ രംഗത്തെ കുറിച്ച് പറയുന്നുണ്ട്, കാതൽ ജൂ യഖ്തുലനി, അന്ന് വിശപ്പ് എന്നെ കൊന്നുകളയുമോ എന്ന് പേടിച്ച ദിവസമാണ് എന്നെ കാണാതായ ദിവസം. ജിന്നുകളോ ആരോ ആണ് ഇത് ചെയ്തത്. അങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുന്ന ഇവനെ ഞാൻ എടുത്ത് എൻ്റെ ഒട്ടകത്തിന്റെ ബാക്കിലിരുത്തി ഞാൻ മുന്നിലിരുന്നു. പഠിച്ച പണി മുഴുവനും എടുത്തിട്ട് ഈ ഒട്ടകം അനങ്ങാൻ കൂട്ടാക്കണില്ല. അല്ലാഹു തആല എല്ലാ കൊലകൊമ്പന്മാർക്കും മുത്തുനബിനെ മനസ്സിലാക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അബൂജഹലിന് കൊടുത്തിട്ടുണ്ട്, അബൂലഹബിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനസ്സിൽ അഹങ്കാരവും കുടിപ്പകയും ഉണ്ടായാൽ ഒരു സത്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. പല ആളുകൾക്കും സത്യം അറിയാം, സത്യം അറിഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിൽ അസൂയയും അഹങ്കാരവും കിബുറൊക്കെ ഉണ്ടായാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അബൂജഹലിന് എന്താണുള്ള വിസ്മറി? മുത്തുനബി അള്ളാന്റെ റസൂലാണെന്ന് ഈ സംഭവത്തിൽ തന്നെ ആർക്കറിയാം? അബൂജഹലിനറിയാം. പിന്നെ മൂപ്പര് വിശ്വസിക്കാതിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നബിതങ്ങളുടെ കുടുംബമായിട്ട് ഇവർക്കുള്ള വൈരാഗ്യമാണ്. അബൂലഹബിനോ നന്നായി അറിയാം. ജന്മം മുതൽക്ക്, ജനിക്കണതിന് മുമ്പ് വയറ്റിലുള്ള സമയം മുതൽക്കുള്ള അത്ഭുതങ്ങളൊക്കെ കേട്ട അനുഭവിച്ച ആളാ അബൂലഹബ്. മൂത്താപ്പയാണ്. പക്ഷെ വിശ്വസിക്കാൻ തയ്യാറാകാത്ത എന്തുകൊണ്ടാ? മൂപ്പർക്ക് കിബറായി. അങ്ങനെ അള്ളാഹ്ക്ക് ഒരാളെ പ്രവാചകനാക്കണമെന്നുണ്ട്, ഞാൻ പടല്ലേ എന്നാക്കിയാ പോരെ. ഇതാണ് ആരെ അഭിപ്രായം? അബൂലഹബിന്. പിന്നെ ഓന് ഉൾക്കൊള്ളാൻ കഴിയോ? ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അബൂജഹൽ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തിട്ടും ഒട്ടകം അനങ്ങണില്ല. അവസാനമതാ അന്നഹാ തഖൂൽ, ആ ഒട്ടകം എന്നോട് പറയുന്നത് പോലെ ഞാൻ കേൾക്കുകയാണ്. യാ ഹമ്മഖു ഇന്നഹു ഹുവസ് സയ്യിദ്, ഓ വിഡ്ഢി, ഈ കുട്ടിയാണ് നേതാവ്. നേതാവിനെ പിന്നിലിരുത്തി അനുയായി എങ്ങനെയാണ് മുന്നിലിരിക്കുക? എത്ര വക്താണ്! അനുയായി ആവേണ്ടവനാ നീ, ഇത് നേതാവാ.
നേതാവിനെ മുന്നിലിരുത്തണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത് മുന്നിലിരുത്തിയതോടെ അതിശീഘ്രമിതാ ഒട്ടകം ഓടി നിങ്ങളെ ചാരത്തേക്ക് വന്നു നിൽക്കുന്നു. ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് വവജദക ളാല്ലം ഫഹദാ. ഓ പ്രിയപ്പെട്ട നബിയെ, അവിടുന്ന് വഴിതെറ്റിയ ദിവസം വല്യപ്പയുടെ ചാരത്തേക്ക് അല്ലാഹു വഴി കാണിച്ചു തന്നതോർമ്മയില്ലേ? സൂറത്തുൽ ളുഹയിൽ പുന്നാര നബി തങ്ങളെ കുട്ടിക്കാലത്തും ചെറുപ്പകാലത്തും യൗവനകാലത്തുമൊക്കെ ഉണ്ടായ ആ ജീവിതാനുഭവങ്ങളിലേക്ക്, അവിടുത്തെ ചരിത്രത്തിലേക്ക് അള്ളാഹു ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ അബൂജഹലിലൂടെയാണ് ഇവിടെ രക്ഷിക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഈ സംഭവം ഏതുപോലെയാണ്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നൈൽ നദിയിലൂടെ ഒഴുകിപ്പോകുമ്പോൾ മൂസാ നബിനെ രക്ഷിക്കാൻ അല്ലാഹു ചുമതലപ്പെടുത്തിയത് ആരെയായിരുന്നു? ഫിർഔനാണല്ലോ. പക്ഷെ ആ ഫിർഔൻ ആരെ ശത്രുവായി? മൂസാ നബിന്റെ ശത്രുവായി. ഇതുപോലെ മുത്തുനബിനെ രക്ഷിക്കാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയ അബൂജഹലും നബി തങ്ങളുടെ ശത്രുവായി. ഈ ചരിത്രത്തിന് സാമ്യതയുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതായി ഇമാം റാസി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ നബി തങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന്റെ ജീവിതം എല്ലാം അത്ഭുതം നിറഞ്ഞതാ. കുട്ടിക്കാലത്തും അടക്കം നബിതങ്ങളെ 8 വയസ്സിന് ശേഷം പോറ്റിയത് അബൂ ത്വാലിബ. അബൂ ത്വാലിബ് പറയുന്നുണ്ട്, ഒരുപാട് മക്കളുള്ള ആളാണ് അബൂ ത്വാലിബ്, അങ്ങേയറ്റത്തെ ദാരിദ്ര്യമുള്ള കാലുമാണ്. അബൂ ത്വാലിബ് പറയുന്നത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ അൽ അമീനെയും കൂട്ടിയാണോ ആഹാരം കഴിക്കുന്നത്? എല്ലാവരും പള്ള നിറച്ചാലും ഭക്ഷണം ബാക്കിയാണ്. അൽ അമീനെ കൂട്ടാതെ ഭക്ഷണം കഴിച്ചാൽ ആരുടെയും വിശപ്പ് മാറൂല. എന്നിട്ട് പറയും, ഹാദാ മുബാറക്കുൻ, ഇവനൊരു ബർക്കത്തുള്ള കുട്ടിയാണ്. അന്ന് അബൂ ത്വാലിബ് പറയും, അബൂ ത്വാലിബിനും അറിയാം ഇത് അള്ളാന്റെ റസൂലാണെന്ന്. വേറെ ചില ബാഹ്യ സമ്മർദ്ദങ്ങളാണ് പരസ്യമായി അവിടുത്തെ പ്രവാചകത്വം അംഗീകരിക്കാൻ വിമുഖത കാണിക്കാൻ കാരണം. പക്ഷെ അതൊക്കെ നാശത്തിന് കാരണമായി. ഇനി നോക്കൂ, നിങ്ങൾ അള്ളാന്റെ ഹബീബിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറയുന്നു, കുട്ടിയായ കാലത്ത് മക്കയിൽ ആർക്കും പരിചയമല്ല. ഈ കുട്ടി മാത്രം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയും, ബിസ്മില്ലാഹിൽ അഹദ്, ഏകനായ അള്ളാന്റെ നാമത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിച്ചത് കാണാം. റസൂലുള്ള ചെറിയ കുട്ടിയായപ്പോ എന്താ പറയണത്? ബിസ്മില്ലാഹിൽ അഹദ് എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ. അബൂ ത്വാലിബ് പറയുന്നത്, എവിടുന്നാ ഇവനിത് കിട്ടിയത്? ഇവിടെ ആരും അങ്ങനെ ബിസ്മില്ലിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ അൽഹംദുലില്ലാ എന്ന് പറയും. ഇതെന്താ നിങ്ങൾക്കറിയോ? അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി, എന്റെ റബ്ബാണ് എന്നെ മര്യാദ പഠിപ്പിച്ചത്. ഏറ്റവും മുന്തിയ മര്യാദയാണ് എന്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചത്. ഇതുതന്നെയാണ് മുത്തുനബിയുടെ മാതാപിതാക്കളെ മുൻകൂട്ടി പിൻവലിക്കാനുണ്ടായ കാരണവും. കാരണം അള്ളാന്റെ റസൂല് ലോകത്തിന് മുഴുവനും മാതൃകയാകേണ്ട ഒരു മനുഷ്യനാണ്, ഒരു പ്രവാചകനാണ്. ആ പ്രവാചകനെ തർബിയത്ത് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ പോരാ. സാധാരണഗതിയിൽ ഓരോ മനുഷ്യനും ഫോളോ ചെയ്യുന്നതും അനുകരിക്കുന്നതും സ്വന്തം മാതാപിതാക്കളെ ആയിരിക്കും. മദ്രസയിൽ നിന്ന് എത്ര പഠിച്ചാലും ഉമ്മയുടെയും വാപ്പയുടെയും ജീവിതത്തെ അനുകരിക്കാത്ത മക്കളുണ്ടാവൂല. മുത്തുനബി തങ്ങൾക്ക് അനുകരിക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ ഈ ലോകത്തില്ലാത്തത് കൊണ്ട് തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും ആ ഒരു അനുകരണം അവിടത്തേക്ക് ആവശ്യമില്ലാത്തതിനാൽ റബ്ബിന്റെ നിയന്ത്രണമാണ്, അവന്റെ തർബിയത്താണ് വേണ്ടത്. അതുകൊണ്ട് ഉമ്മ ഇനി വേണ്ട, പ്രസവിക്കലാണ് അവരെ ദൗത്യം, ബീജദാനം ചെയ്യലാണ് പിതാവിന്റെ ദൗത്യം. ആ ദൗത്യത്തിന് ശേഷം അവരെ തിരിച്ചു വിളിച്ച് അള്ളാഹുവിന്റെ തർബിയത്തിലായിട്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു വളർത്തിയിട്ടുള്ളത്. അബൂ ത്വാലിബ് പിന്നെയും പറയുന്നുണ്ട്, ചെറുപ്പത്തിലെ ഈ അത്ഭുതമൊക്കെ കണ്ടതുകൊണ്ട് തന്നെ വരൾച്ച ഉണ്ടായാൽ ഈ കുഞ്ഞിനെയായിട്ട് കാബന്റെ അടുത്തേക്ക് പോവാ, എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഈ മുഖം ഒന്ന് മേലോട്ട് കാണിച്ചാൽ മതി. ഒരു മേഘക്കീറ് പോലും ഇല്ലാത്ത അന്തരീക്ഷം പെട്ടെന്ന് മേഘാവൃതമായി മഴ ചുരത്തുകയാണ്. അന്ന് അബൂ ത്വാലിബ് പാടിയ പാട്ട് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്.
ആ വിശുദ്ധ മുഖം ആകാശത്ത് കാണിച്ചു കൊടുത്താൽ അതാ മഴ വർഷിക്കുകയാണ്.